ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2 വിജയിക്കണമെങ്കിൽ എത്ര നേടണം? ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അല്ലു അർജുൻ ഫാൻസ് കൂടെ നിൽക്ക്, കട്ടയ്ക്ക് പൊളിച്ചെടുക്കാം. ഈ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ എത്ര കോടി നേടണം? സിനിമയുടെ ബഡ്ജറ്റ് 500 കോടി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ 500 കോടി കിട്ടുന്ന അല്ലെങ്കിൽ 500 കോടി പ്രൊഡക്ഷൻ കോസ്റ്റ് വന്ന ഒരു സിനിമ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് 1200 കോടിയെങ്കിലും കിട്ടിയാൽ മാത്രമേ സിനിമ ഒരു ക്ലീൻ ഹിറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതായത് ഇപ്പോൾ തന്നെ 6 ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം 1000 കോടിയാണ് എന്നുള്ളതാണ്. 5 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് 922 കോടിയോളമാണ്. അപ്പോൾ സിനിമ ഏകദേശം ബ്രേക്ക് ഈവൻ കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സിനിമ ഇതിനോടകം തന്നെ നമുക്കറിയാം വെറും 5 ദിവസം കഴിയുമ്പോൾ 1000 കോടിക്കടുത്തെത്തി. 6-ാം ദിവസമാകുമ്പോൾ സിനിമ എത്താൻ ഉള്ള പോസിബിലിറ്റി 996 കോടി തൊട്ട് 1020 കോടിക്കുള്ളിലായിരിക്കും സിനിമയുടെ 6-ാം ദിവസത്തെ കളക്ഷൻ വരാൻ പോകുന്നത്. ഇനിയും ദിവസങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് അറിയാനുള്ളത് വിജയത്തിൻ്റെ കാര്യങ്ങളാവുമ്പോൾ ഇനി സിനിമയ്ക്ക് 6 ദിവസം കഴിയുമ്പോൾ ഏകദേശം 200 കോടി കൂടി എത്തിക്കഴിയുമ്പോഴത്തേക്ക് സിനിമ പൂർണ്ണമായിട്ടും ബോക്സ് ഓഫീസിൽ ഒരു വിജയമായി മാറുകയാണ് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. എവിടെയൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടോ കേരളം ഒഴികെ എന്നത് നമുക്ക് എടുത്ത് തന്നെ പറയണം. അവിടെ എല്ലാം തന്നെ സിനിമ നമ്പർ 1 ആയി മാറിയിരിക്കുകയാണ്. എടുത്ത് പറയാനുള്ളത് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് KSA അതായത് സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ ഫിലിമായി മാറുകയാണ്. ഇത് തന്നെയാണ് ന്യൂസിലാൻഡിലും സിംബാബ്വേയിലും അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. സിംഗപ്പൂർ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നു. വേൾഡ് വൈഡ് സിനിമകൾ അവിടെ റിലീസ് ചെയ്തതിൽ 3-ാമത്തെ സ്ഥാനമാണ് ഈ ഒരു പുഷ്പയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും മാത്രം സിനിമ ഏകദേശം 750 കോടിക്ക് മുകളിൽ നേടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഹിന്ദി മേഖലയിൽ നിന്ന് നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ നിന്ന് 1000 കോടി നേടിയാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സിനിമ ഒരു വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുകയാണ്. സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്ക് എത്തും. അതുമാത്രമല്ല ഇൻഡസ്ട്രി ഹിറ്റ് തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുമാത്രമല്ല ഇന്ത്യൻ ഫിലിമിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറും എന്നുള്ളതിനും യാതൊരു സംശയമില്ല. സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ സിനിമ 1200 കോടി കിട്ടിയാൽ മാത്രമാണ് പൂർണ്ണമായിട്ടും ഉള്ള വിജയം എന്ന് തന്നെ പറയാം. ഇതിനിടയിൽ ഒരുപാട് ഫാക്ടറുകളുണ്ട്. സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ പോയിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾറെഡി സിനിമ വിജയമായിട്ടുണ്ടാകാം. കാരണം ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്ന എമൗണ്ട് എത്ര കോടിക്കാണോ വിറ്റിരിക്കുന്നത് അതൊക്കെ വെച്ചിട്ട് സിനിമ ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്. അതിന് ഇതുകൂടാതെ OTT സാറ്റലൈറ്റ് റൈറ്റ്സ് അതെല്ലാം കൂടെ വരുമ്പോൾ നമുക്കറിയാം ഏകദേശം 1500 കോടിയിലായിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ നിൽക്കാൻ പോകുന്നത്. അങ്ങനെ വരുന്ന ഒരു സിനിമയുടെ OTT ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ മുകളിലായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കാം. 500 തൊട്ട് 700 കോടിക്ക് മുകളിലായിരിക്കാം സിനിമയുടെ OTT റൈറ്റ് സാറ്റലൈറ്റ്, അതായത് OTT സാറ്റലൈറ്റ് എല്ലാം കൂടെ ഉള്ള റൈറ്റ്സ് പോകുന്നത് മിനിമം 1000-1500 കോടിക്കായിരിക്കാം എന്നുള്ളതാണ്. എന്തായാലും സിനിമ ഒരു ഭീകര ഹിറ്റ് അല്ലെങ്കിൽ ഭീകര ഇൻഡസ്ട്രി ഹിറ്റിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമൻസിലൂടെ കാര്യങ്ങളൊന്ന് രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അല്ലു മാജിക്ക് കാണാൻ തിയേറ്ററിലേക്ക് ചെല്ലുക. കേരളത്തിൽ മാത്രമാണ് ഒരു ഇടിവ് കാണുന്ന, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഭീകര ഹിറ്റായിരിക്കുന്ന ഈ സിനിമ നമുക്ക് ഒന്നിച്ചാഘോഷിക്കാം. അല്ലു അർജുൻ ഫാൻസ്.